തൃശൂരിൽ CPIM ഓഫീസിലേക്ക് ബോംബാക്രമണം. ചേരുംകുഴി പാർട്ടി ഓഫീസിലേക്കാണ് അജ്ഞാതർ പെട്രോൾ ബോംബ് എറിഞ്ഞത്. കറന്റ് പോയ സമയം നോക്കിയായിരുന്നു ആക്രമണമുണ്ടായത്. ഓഫീസിന്റെ ഉള്ളിലേക്ക് ചില്ലുകുപ്പിയിൽ പെട്രോൾ നിറച്ച് കത്തിച്ചെറിയുകയായിരുന്നു. CPIMന്റെ ചേരുംകുഴിയിലെ ബ്രാഞ്ച് ഓഫീസിന് നേരെ ഇന്നലെ ഒരു കൂട്ടം വരുന്ന ക്രിമിനൽ, അതോടൊപ്പം തന്നെ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ കുറച്ച് നാളുകളായി ചേരുംകുഴി പ്രദേശത്ത് ജനജീവിതത്തിന് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് CPIM പ്രവർത്തകർക്ക് നേരെ ആക്രമണം സംഘടിപ്പിച്ചു. പിന്നീട് ഇന്നലെ രാത്രിയാണ് CPIMന്റെ ഓഫീസിന് നേരെ ബോംബ് ഉൾപ്പെടെ എറിഞ്ഞു. ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ചില ആളുകൾ കൂടി ഈ പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കഞ്ചാവ് ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്കും അതിനൊത്താശ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടിൽ ഉയരുക തന്നെ ചെയ്യും. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേർന്നുണ്ട്. അനീഷ്, ഇപ്പോൾ CPIMന്റെ ഓഫീസിലേക്കാണ് ബോംബാക്രമണം നടത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്? ഈ ആക്രമണം നടത്തിയവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? അരുണിമ, പോലീസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ട്. ഒല്ലൂർ ACPയുടെ നേതൃത്വത്തിലുള്ള മണ്ണുത്തി ഒല്ലൂർ പോലീസ് ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. അതായത് പെട്രോൾ നിറച്ച് കുപ്പികളിൽ പെട്രോൾ നിറച്ച് തിരിയിട്ട് കത്തിച്ച് ഓഫീസിലേക്ക് എറിയുകയായിരുന്നു. ഒരു സംഘമാണ് ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ CPIMന്റെ മണ്ണുത്തി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. ചേരുംകുഴി ബ്രാഞ്ച് CPIMന്റെ ബ്രാഞ്ച് ഓഫീസിലേക്കാണെങ്കിൽ ആക്രമണം ഉണ്ടായത്. ഓഫീസിൽ സ്ഥാപിച്ചിരുന്ന കാൾ മാർക്സിന്റെ ഫോട്ടോയ്ക്ക് ചെറിയ കേടുപാടുകൾ ഈ ആക്രമണത്തിൽ ഉണ്ടായി. ഇത് ശബ്ദമെല്ലാം കേട്ട്, പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് പ്രദേശത്തുള്ള ആളുകൾ ഓടിക്കൂടി തീ അണച്ചതിനാൽ വലിയ പ്രശ്നങ്ങളുണ്ടായില്ലേ, വലിയ തീപിടുത്തത്തിലേക്കൊന്നും പോയില്ല. ഈ സ്ഥലത്ത്, ഈ ചേരുംകുഴി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നാളുകളായി കഞ്ചാവ് മാഫിയയുടെ ശല്യം ഉണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിലനിന്നത് അതിന്റെ തുടർ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായതെന്നാണ് CPIMന്റെ പോലീസിന്റെ ഒക്കെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഈ ആക്രമണം നടത്തിയവരൊക്കെ പിടികൂടാനുള്ള അന്വേഷണം വലിയ രീതിയിൽ ഊർജിതമായി തുടരുകയാണ്. പോലീസ് എന്തായാലും പ്രതികൾ പിടിയിലാവുമെന്നുള്ള കാര്യത്തിൽ പോലീസിന് വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നിന്ന് വലിയ ബഹുജന മാർച്ചൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിലൊരു മാർച്ചൊക്കെ നടക്കും. ഈ കഞ്ചാവ് മാഫിയെ അടിച്ചമർത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാണ് CPIM എന്തായാലും മാർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് CPIM ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രതികളെ പിടികൂടണമെന്ന ആവശ്യം CPIMന്റെ ഭാഗത്ത് വലിയ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ CPIMന്റെ ഓഫീസ് സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് CPIMന് തന്നെ കടക്കേണ്ടി വരും. പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടുന്നത്. കൃത്യമായി പോലീസിന്റെ ജോലി ചെയ്തില്ലെങ്കിൽ CPIM അത്തരത്തിൽ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി മണ്ണുത്തി ഏരിയ സെക്രട്ടറി നൽകുന്നുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. തൃശ്ശൂരിലാണ് CPIM ഓഫീസിന് നേരെ ബോംബാക്രമണം ഉണ്ടായിട്ടുള്ളത്. അജ്ഞാതരാണ് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവർക്കെതിരെ ഇവരാരാണ് എന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം. എന്തായാലും ഓഫീസിന്റെ ഉള്ളിലേക്ക് ചില്ല് നിറച്ച കുപ്പിയിൽ പെട്രോൾ നിറച്ച് കത്തിച്ചെറിയുകയായിരുന്നു. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.